പാഠം 948. അത്താഴമില്ലാതെ വരുമ്പോൾ. ഇതുവരെയായിട്ട് തീർന്നില്ലേ? മോനേട്ടാ, എന്താ ഉദ്ദേശം? മണി 9 കഴിഞ്ഞു, ഓഫീസിലൊന്നും പോകുന്നില്ലേ? ഇല്ല. ഇല്ലേ? ഞാനിന്ന് ലീവാ. ലീവാ? കാര്യമായിട്ടാണോ പറയണേ? കാര്യമായിട്ടല്ലാതെ ഞാനൊന്നും പറയാറില്ല. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് വായനശാലയിലെ സെമിനാർ. അതിനുള്ള തയ്യാറെടുപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് പുസ്തകങ്ങളും പത്രങ്ങളും നോക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ലീവാണ് എന്ന് ആഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഈശ്വരാ, പനി പിടിച്ച് തലവെക്കാൻ പറ്റാതിരുന്ന സമയത്ത് പോലും ഓഫീസിൽ പോയിരുന്ന മോഹനേട്ടനാണ് ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ ഇപ്പൊ ലീവ് എടുത്തിരിക്കുന്നത്. ഇതൊരു നിസ്സാര കാര്യമാണ് നീ പറയുന്നതല്ലേ? സത്യത്തിൽ ഇതൊരു ഭയങ്കര കാര്യമാണ്. ഇന്ന് വൈകിട്ടത്തെ എന്റെ പ്രസംഗത്തോടെ ഈ നാട്ടിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ നീ കണ്ടോ? ബലരാമ സാറ് പറയുന്ന ഈ ഭ്രാന്ത് കേട്ട് മോഹനേട്ടനോട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന കഷ്ടാണേ. അഴിമതി എന്നത് നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമാണെന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ശരിയല്ല. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അഴിമതിയാണ് എന്ന് ഇന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് നീ വായനശാലയിലേക്ക് ഒന്ന് വന്നു നോക്ക്. ഞാൻ ഓരോ ദിവസം എത്രയോ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നു. എനിക്ക് ഇതുവരെ ഒരു അഴിമതിയും കാണേണ്ടി വന്നിട്ടില്ല. അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, പക്ഷെ അതൊരു ആനക്കാര്യമായിട്ട് മാറ്റുന്ന എന്തിനാണ്? സാറേ, ഉത്തം വിളിക്കണോ? ഞാൻ കുറച്ച് തിരക്കാണെന്ന് പറയൂ. ഒരാൾ കാണാൻ വീട്ടിൽ കയറി വരുമ്പോഴാണ് തിരക്കാണെന്ന് പറഞ്ഞ് മുറി കയറിയിരിക്കുന്നേ. ഇന്നത്തെ ദിവസം ഞാൻ വേറെ ഒരു കാര്യത്തിനും വേണ്ടി സമയം കളയില്ല. പുത്തവരോട് പോയിട്ട് നാളെ വരാൻ പറയൂ. പോകൂ. നമസ്കാരം വക്കീലെ. സാറിനെ എനിക്കൊരു അത്യാവശ്യമായിട്ടൊന്ന് കാരണമായിരുന്നു. ആഫീസിൽ പോകുന്നതിന് മുമ്പേ കാണുന്നതിന് വേണ്ടി ഞാൻ പാഞ്ഞു പിടിച്ച് വരികയായിരുന്നു. മോഹനൻ ആഫീസിൽ പോകുന്നില്ലല്ലോ ഉത്തമ. പോണില്ലേ? അയ്യോ, സാറിന് അസുഖം എന്തെങ്കിലും ഉണ്ടാക്കില്ലേ? അസുഖമാണോന്ന് ചോദിച്ചാ ചെറിയ രീതിയിൽ അസുഖമാണെന്ന് പറയാം. നാട്ടുകാരുടെ മുന്നിൽ ആളാകാൻ കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗിക്കുന്ന ഒരു അസുഖം. എനിക്ക് മനസ്സിലായില്ല, എന്ത്? അശോ, നമ്മുടെ വായനശാലയിലെ ബലരാം സാറിന് ഉത്തമൻ അറിയാലോ? അറിയാം. നാട് നന്നാക്കാൻ നടക്കലാണല്ലോ മഹാന്റെ പ്രധാന പണി. ഇന്ന് വൈകിട്ട് വായനശാലയുടെ വകയായി ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. മോഹനേട്ടനാണ് പ്രധാന പ്രസംഗക്കാരൻ. എന്ത് സെമിനാർ? അതൊക്കെ വലിയ സംഭവത്തുമാ. കഴിഞ്ഞ ആഴ്ച ബലരാമ സാർ മോഹനേട്ടനെ കാണാൻ വന്നു. മോഹനകൃഷ്ണനെ പോലുള്ളവർ മുമ്പോട്ട് വന്നാലേ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവൂ. അഴിമതിയിൽ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. അതൊക്കെ എനിക്കറിയാം സാർ. പക്ഷേ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. അതിനെന്താ, പൊതുപരിപാടിയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കരുത് എന്ന് നിയമമൊന്നുമില്ലല്ലോ. സർക്കാരിന്റെ അനുവാദം വാങ്ങേണ്ടി വരും. അത് കിട്ടാനാണോ പാട്? അതുകൊണ്ടല്ല സാർ, സർക്കാർ ഓഫീസുകളിൽ നിലനിൽക്കുന്ന അഴിമതിയാണല്ലോ പ്രധാന വിഷയം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി എനിക്ക് സർക്കാരിനെ വിമർശിക്കാനുള്ള അധികാരമില്ലല്ലോ. സർക്കാരിനെ വിമർശിക്കുന്നില്ലല്ലോ, അഴിമതിയല്ലേ വിമർശിക്കുന്നത്. അഴിമതി എന്തായാലും സർക്കാർ നയമല്ല. അപ്പോൾ അഴിമതി വിമർശിക്കുന്നത് എങ്ങനെ സർക്കാരിനെ വിമർശിക്കലാവും? മോഹനകൃഷ്ണൻ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് നാട്ടുകാർക്ക് എല്ലാം അറിയാം. തന്നെ പറ്റി ആർക്കും ഒരു പരാതിയുമില്ല. അങ്ങനെ ഒരാൾ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ കേൾക്കാൻ ആളുകളുണ്ടാവും. താൻ പറയുന്നത് അവർ വിശ്വസിക്കുകയും ചെയ്യും. സർ, ഇപ്പൊ തന്നെ മോഹനേട്ടന്റെ ശത്രുക്കള് ധാരാളം ഉണ്ട്. ഇനി ഇങ്ങനൊരു പരിപാടി കൂടെ വന്ന് പ്രസംഗിക്കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ സകല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ എതിരാവും. മോഹനകൃഷ്ണന്റെ ഭാര്യ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ? മേലുദ്യോഗസ്ഥന്മാരുടെ പോലും സമ്മർദ്ദം ഉണ്ടായിട്ടും വഴി വിട്ട് ഒന്നും ചെയ്യാത്ത ആളാണ് മോഹനകൃഷ്ണൻ. എന്നാലും ഈ പ്രസംഗത്തിനൊന്നും പോകണ്ടെന്ന എന്റെ അഭിപ്രായം. മോഹനേട്ടന്റെ ജോലി മോഹനേട്ടൻ സത്യസന്ധമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് പോരെ? പോരാ.
ഓരോരുത്തരും അവരവരുടെ കാര്യം മാത്രം നോക്കിയിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? വലിയ വലിയ നേതാക്കൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് സമരത്തിനിറങ്ങിയത് കൊണ്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സമൂഹത്തിൽ മാറ്റം വരുത്താൻ ചിലർ രണ്ടും കൽപ്പിച്ചിറങ്ങേണ്ടി വരും. നമ്മുടെ നാട്ടിലെ അവസ്ഥ എത്ര ഭീകരമാണ് എന്ന് സത്യഭാമയ്ക്ക് ചിലപ്പോൾ നിശ്ചയമുണ്ടാവില്ല. എന്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ പുതുതായി വെച്ച വീടിന് ഇതുവരെ പഞ്ചായത്ത് നമ്പർ തന്നിട്ടില്ല. ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് മാസം 4ആയി. ഓരോ പ്രാവശ്യവും അവർ ഓരോ കാരണങ്ങൾ പറയും. കെട്ടിടത്തിന്റെ പ്ലാനിൽ മാറ്റം വരുത്തി, റോഡിൽ നിന്നും വീട്ടിലേക്ക് നിർദ്ദേശിച്ച ദൂരമില്ല, അങ്ങനെ ഓരോന്നും. പഞ്ചായത്തിൽ നിന്ന് നമ്പർ കിട്ടാത്തത് കൊണ്ട് ഇതുവരെ ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയിട്ടില്ല. ഇനി അങ്ങോട്ട് സകല കാര്യത്തിനും അത് തടസ്സമാവും. എന്നെപ്പോലെ ഒരാളോട് ഇങ്ങനെയാണ് അവർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ അവസ്ഥ എന്താകുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ സർക്കാർ ഓഫീസിലും ഇത് തന്നെയാകും അവസ്ഥ. നമ്മൾ നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നും ശമ്പളം വാങ്ങുന്നവർ നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ കണ്ടു നിൽക്കാൻ പറ്റുമോ? മോനിഷ്ടം വരണം. നാട്ടുകാർ കാര്യങ്ങളൊക്കെ അറിയട്ടെ. ജനങ്ങൾ പ്രതികരിച്ചാലേ ഈ വ്യവസ്ഥിതിക്ക് മാറ്റം ഉണ്ടാവൂ. ഞാൻ വരാം സാർ. 24-ാം തീയതി അല്ലേ? അതെ, ഞാൻ ഉറപ്പായും വരും. എന്നാൽ കഴിയുന്നത് ഞാനും ചെയ്യണമല്ലോ. അന്ന് തുടങ്ങിയ തയ്യാറെടുപ്പാണ്. പഴയ പത്രങ്ങൾ പൊടിതട്ടിയെടുക്കുന്നു. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കുറെ പുസ്തകങ്ങൾ എവിടുന്നൊക്കെയോ കൊണ്ടുവരുന്നു. രാവിലെ ആഫീസിൽ പോകുന്നതിന് മുന്നേയും വൈകിട്ട് ആഫീസിൽ നിന്ന് വന്നതിന് ശേഷവും വായനയും എഴുത്തും തന്നെ. ഇന്ന് വൈകുന്നേരത്തെ ഒരൊറ്റ പ്രസംഗത്തോടെ ഈ നാട് നന്നാക്കി കളയുമെന്നാണ് മോഹനേട്ടൻ പറയുന്നത്. എനിക്ക് സാറിനെ കാണേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നല്ലോ, ഒന്ന് വിളിക്കു നോക്കിയില്ലേ? ഞാൻ വിളിക്കാം. പക്ഷെ മോഹനേട്ടന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തമം കേട്ടോളണം. എനിക്കതിലൊരു ഉത്തരവാദിത്വമില്ലേ? സംഗതി അത്യാവശ്യമാണ് വക്കീലെ. ഇനിയിപ്പോ എന്ത് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് സാറിന് അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റും. ശരി, ഞാൻ പറയാം. പിന്നെ ചീത്ത വിളി കേൾക്കാതിരിക്കാൻ ശരിക്കൊന്ന് പ്രാർത്ഥിച്ചോളൂ. തപസ്സിരിക്കുന്ന മഹാമുനിയെ ശല്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓഹോ ശരി. ഈശ്വര, പ്രശ്നാവൂ. അതിൽ പറഞ്ഞല്ലേ പറ്റൂ. മോനേട്ടാ, എന്തോ അത്യാവശ്യ കാര്യമാണ്, മോഹനേട്ടനെ കണ്ടേ പറ്റും ഉത്തം പറയുന്നു. ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ സെമിനാറും പ്രസംഗമൊക്കെ ഇന്ന് തരും. ഉത്തമനെ കൊണ്ട് നാളെ ആവശ്യമുള്ളതാ. അതുകൊണ്ട് വെറുതെ വഴക്കുണ്ടാക്കാൻ പോരുത്. അയ്യോ, എന്ത് പറയാനാണോ? അയ്യോ സാറേ, ചീത്ത വിളിക്കരുത്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർബന്ധം പിടിച്ചത്. നമ്മുടെ ദാമോദരൻ ചേട്ടന്റെ കാര്യേ മുന്നാധാരമില്ലാതെ പോക്കോരോ നടക്കൂല എന്ന് സാറ് പറഞ്ഞിരുന്നു. മുന്നാധാരം കാണാതെ പോയത് കൊണ്ട് അതിന്റെ പകർപ്പെടുക്കുന്നതിന് വേണ്ടി ദാമോദരൻ ചേട്ടൻ ഇന്നലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്നു. പക്ഷേ അവിടെ ഉള്ളവർ ഓരോന്ന് പറഞ്ഞു ഉഴപ്പയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാലും മുന്നാധാരം കിട്ടൂലെന്നാണ് ദാമോദരൻ ചേട്ടൻ പറയുന്നത്. മുന്നാധാരം കിട്ടാതെ പോക്കോരോ നടക്കില്ല. സാറേ, ഒരു വലിയ കഷ്ടമാണ്. ദാമോദരൻ ചേട്ടൻ ശ്രമിക്കാത്തതുകൊണ്ടല്ലോ, അവര് കൊടുക്കാത്തതുകൊണ്ടല്ലേ. അവരെന്താണ് മുന്നാധാരത്തിന്റെ പകർപ്പ് കൊടുക്കാത്തത്? നിയമപരമായി ദാമോദരൻ ചേട്ടന് കിട്ടേണ്ട സേവനമാണത്. സാറിനോട് ആയതുകൊണ്ട് ഒരു സത്യം പറയാലോ. പുതിയ സബ് രജിസ്ട്രാർ ജോൺ സാറ് ഭയങ്കര കൈക്കൂലിക്കാരനാണ്. അവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ കാശ് കൊടുത്തേ പറ്റൂ. ആധാരം എഴുതുന്ന ഹരിദാസനാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പൊ നീ എന്ത് പറയുന്നു കേട്ടോ സാർ? ഈ നിൽക്കുന്ന ഭാമ കുറച്ചു മുമ്പ് പറയുകയാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ ഓഫീസുകളിൽ വലിയ കാര്യമായിട്ടുള്ള അഴിമതിയൊന്നും നടക്കുന്നില്ല. അയ്യോ, ചില ഓഫീസുകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. ഇപ്പൊ എന്തായി? സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഒരു മുന്നാധാരത്തിന്റെ പകർപ്പ് കിട്ടണമെങ്കിൽ പോലും കൈക്കൂലി കൊടുക്കണമെന്ന അവസ്ഥ. അല്ല, അതിപ്പോ വക്കീലേതെങ്കിലും ഓഫീസിൽ നിന്ന് കഴിഞ്ഞാൽ അവര് കൈക്കൂലി ചോദിക്കില്ലല്ലോ. ചോദിച്ച വിവരം അറിയുമെന്ന് അവർക്കറിയാം. പക്ഷെ ദാമോദരൻ ചേട്ടനെ പോലുള്ളവരുടെ കാര്യം അങ്ങനെ അല്ലല്ലോ വക്കീലേ.
സകല സർക്കാർ ഓഫീസിലും കൈക്കൂലി കൊടുക്കേണ്ടി വരും. വില്ലേജ് ഓഫീസിന് അത് വേണ്ടി വരില്ല. അതില്ല അത് വേണ്ട സാറേ. ഞാൻ ഈ ബാക്കി ഓഫീസിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഉത്തമനൊന്നും കൊണ്ടും ഭയപ്പെടണ്ട. ഇന്ന് വൈകുന്നേരം ഞാൻ വായനശാലയുടെ മുന്നിൽ നടത്താൻ പോകുന്ന പ്രസംഗത്തോടെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ മാറി മറിയും. ജനങ്ങൾ അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കും. ഉദ്യോഗസ്ഥന്മാർ അവരുടെ കടമകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. ദാമോദരൻ ചേട്ടനോട് നാളെ ഒന്നുകൂടി സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് ചെല്ലാൻ പറയൂ. കാര്യങ്ങളാകെ മാറി മറിഞ്ഞിട്ടുണ്ടാകും. സാറേ, നാളെ നടന്നില്ലെങ്കിൽ എങ്ങനെ? നടക്കും. കെ മോഹനേഷ് സാറ് പറയുന്നത്. ഓ ശരി സാറേ, അപ്പൊ ഞാൻ നാളെ വൈകിട്ട് വരാം. പുറപ്പെട്ടു. ശരി. എന്റെ മുഖത്തൊരു സംശയം. എനിക്കൊന്നും സംശയം. എനിക്കൊരു സംശയമില്ലേ. പറയൂ. എന്ത് സാറേ? ഉത്തമനിപ്പ എങ്ങോട്ടാണ്? ഇവിടുന്ന് ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ നേരെ പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടന്റെ വീട്ടിലോട്ട് പോകണം. അത് കഴിഞ്ഞ് നമ്മുടെ കൃഷി ഓഫീസർ സുകുമാര സാറിനെ കൊണ്ടൊരു വീട് നോക്കാൻ പോണം. സുകുമാര സാറ് ഒരു വീട് വാങ്ങാനുള്ള കാശും കയ്യിൽ വെച്ചോണ്ട് നടന്നിട്ട് നാള് കുറെ ആയി സാറേ. എന്ത് സാറേ? ഈ ഗോപാലൻകുട്ടി ചേട്ടനെ കാണുമ്പോ ഇന്നത്തെ സെമിനാറിനെ പറ്റി ഒന്ന് പറയണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ലല്ലോ, രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും ഒക്കെ ഇത് അറിയണമല്ലോ. പറയാം സാറേ, പറയാം. സാറിന്റെ പ്രസംഗം കൊണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗോപാലൻകുട്ടി ചേട്ടൻ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പറയാം. അവനെ എന്ത് സാറേ? ഞാൻ പറഞ്ഞെന്ന് പറയണ്ട. നാട്ടിൽ മുഴുവൻ, നാട്ടിലാകമാൻ ഇത് മാത്രമാണ് സംസാരം എന്ന് പറഞ്ഞേക്കും. കൃഷി ഓഫീസറെ കാണുമ്പോഴത്തേനെ പറഞ്ഞേക്കും. പറയാം. നാട്ടിൽ മൊത്തം ഇതാണ് സംസാര വിഷയം. ഗോപാലൻകുട്ടി ചേട്ടനോട് സുകുമാര സാറിനോട് മാത്രമല്ല, ഞാൻ ഇതുവഴി പോകുമ്പോ കാണുന്ന സകലരിടത്തും പറയുകയാണ്, മോഹനേഷ് സാറിന്റെ പ്രസംഗമാണ് നാട്ടിൽ സംസാര വിഷയം. പോരെ ഇന്ന്? പിന്നെ സാറേ, എത്ര മണിക്ക് പ്രസംഗം? വൈകിട്ട് കൃത്യം 6 മണിക്ക്. വൈകിട്ട് കൃത്യം 6 മണിക്ക്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. 6 മണിയാകുമ്പോ ഈ നാട്ടിലുള്ള സകലരും വായനശാലയുടെ മുമ്പിൽ കാണും കെ മോഹനേഷ് സാറിന്റെ പ്രസംഗം കേൾക്കാൻ. ഈ ഉത്തമ ആരാണെന്ന് സാറിന് ഇന്നും മനസ്സിലാവും. അറിയാം. വൈകിട്ട് 6 മണിക്കല്ലേ വായനശാല ജംഗ്ഷനില് സംസാര വിഷയം പറഞ്ഞേക്കാം. എന്റെ ഷർട്ട് കൊണ്ട് തേച്ച് വെച്ചില്ലേ? ഓഫീസിൽ പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത്? ഓഫീസിൽ പോകുന്നില്ല, പക്ഷെ വൈകിട്ട് വായനശാലയിൽ പോകണമല്ലോ. അതപ്പം തേച്ചപ്പോരേ, ഇതെന്തിനാ ധൃതി വെക്കുന്നേ? ഇപ്പോൾ തേച്ചു വെച്ചാൽ എന്താ? കുറച്ചു കഴിയുമ്പോൾ കറണ്ട് പോയാലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സമുണ്ടായാലോ? തേക്കാത്ത ഷർട്ടിട്ട് ഞാൻ യോഗത്തിന് പോകേണ്ടി വരില്ലേ? തേക്കാത്ത ഷർട്ട് ഇട്ടുകൊണ്ട് പോയാൽ എന്താണ് കുഴപ്പം? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോ വളരെ ഭംഗിയായ വസ്ത്രം ധരിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ജനങ്ങൾ എന്ത് കരുതും? എന്ത് വിചാരിക്കാൻ? മഹാത്മാഗാന്ധി ഉടുപ്പിടാതെയായിരുന്നു പ്രസംഗിക്കാൻ പോയിരുന്നത്. എന്നിട്ട് ദോഷമൊന്നും ഉണ്ടായില്ലല്ലോ. മോഹനേട്ടാ, ധരിക്കുന്ന വസ്ത്രത്തിലല്ല കാര്യം, പറയുന്ന വിഷയത്തിലല്ലേ. അഴിമതിയാണ് നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് മോഹനേട്ടൻ സ്ഥാപിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഞാൻ. എന്റെ അറിവിൽ പട്ടിണി വർഗീയതയൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം. എങ്ങനെയാണ് പട്ടിണി ഉണ്ടാകുന്നത്? എല്ലാവർക്കും അവകാശപ്പെട്ട പൊതുമുതൽ ഒരു വിഭാഗം കൈയടക്കി വെക്കുന്നു. അതും അഴിമതിയാണ്. വർഗീയത എന്നാൽ എന്താണ്? ജാതിയും മതവും ഉപയോഗിച്ച് ചിലർ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും പണം സമ്പാദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതും അഴിമതിയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതിരുന്നാൽ അത് അഴിമതിയാണ്. അല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല പ്രശ്നം. ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതികൾ അവസാനിപ്പിക്കാൻ ജനങ്ങൾ തന്നെ മുൻകൈയെടുക്കണം. ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കില്ല എന്ന് ജനങ്ങൾ തീരുമാനിക്കണം. കൈക്കൂലി ചോദിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കണം. ഇതൊക്കെ പൊതുജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സമയം കളയാതെ എന്നെ ഷർട്ട് കൊണ്ട് തേച്ച് വെക്കൂ. നമസ്കാരം സാർ. നമസ്കാരം.
എന്താണ് രാവിലെ? എന്തെങ്കിലും ആഫീസ് കാര്യമാണെങ്കിൽ നാളെ രാവിലെ ആഫീസിലേക്ക് വന്നാൽ മതി. ഞാൻ ഇന്ന് ലീവാണ്. അറിഞ്ഞു സാർ, ഉത്തമൻ പറഞ്ഞു. ഞാൻ സാറിനോട് ഒരു കാര്യം പറയാനാ വന്നത്. എന്താ? കഴിഞ്ഞ ആഴ്ച സപ്ലൈ ഓഫീസിലെ വിജയൻ സാറ് എന്നോട് 1000 രൂപ കൈക്കൂലി വാങ്ങിച്ചു. ഓഹോ, എന്നിട്ട്? കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ സാർ, അതുകൊണ്ട് ഞാൻ കൊടുത്തു. കഷ്ടം. നിങ്ങളെ പോലുള്ളവരാണ് ഇത്തരക്കാർക്ക് കൊട പിടിച്ചു കൊടുക്കുന്നത്. കാര്യം നടക്കട്ടെ സാർ. ദിനേശൻ ചേട്ടന്റെ കാര്യങ്ങൾ കൃത്യമായി നടത്തി തരാനാണ് വിജയൻ സാറിന് ശമ്പളം കൊടുക്കുന്നത്. പിന്നെ എന്തിനാണ് താങ്കൾ കൈക്കൂലി കൊടുക്കുന്നത്? വിജയൻ സാർ പൈസ ചോദിച്ചപ്പോൾ തന്നെ നേരെ വിജിലൻസ് ഓഫീസിൽ പോയി പരാതി കൊടുക്കണമായിരുന്നു. അവർ വന്ന് വിജയൻ സാറിനെ കൈയോടൊപ്പിക്കൊണ്ട് പോയനെ. ഇനി ഞാൻ അങ്ങനെ ചെയ്യാം സാർ. അഴിമതിക്കെതിരായ പോരാട്ടങ്ങൾക്ക് മുന്നിൽ എന്നും ഈ കെ മോഹനേഷ് സാർ മുന്നിലുണ്ടാകും. ഇനിയും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞാൽ മതി. പറയാം സാർ. വൈകിട്ട് പ്രസംഗം കേൾക്കാൻ ദിനേശൻ വരുമല്ലോ അല്ലേ? വരും സാർ. എന്നാ ഞാൻ അങ്ങോട്ട്. ശരി, 6 മണിക്കാണ്, മറക്കണ്ട. ശരി സാർ. ഹലോ, മോഹനേഷ് സാറിന്റെ വീടല്ലേ? അതെ. സാറിനൊന്ന് കൊടുക്കാമോ? ആ, ഒരു മിനിറ്റ്. മോനേട്ടാ. ആ, ആരാണ്? ഞാൻ ചോദിച്ചില്ല. ഹലോ സാറേ, ഞാൻ അശോകനാ, തേക്കൻകാട്ടിലെ അശോകൻ. എന്താണ് അശോക? ഇന്ന് വൈകുന്നേരം വായനശാലയിൽ സാറിന്റെ പ്രസംഗം ഉണ്ടോ? ഉണ്ടല്ലോ. ആര് പറഞ്ഞു? കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ ഇപ്പൊ അതാ സംസാരം. എല്ലാവരും പ്രസംഗം കേൾക്കാൻ വരുന്നുണ്ട് അത്രേ. വളരെ സന്തോഷം. അല്ല സാറേ, നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ഗിരിജ സാറിന്റെ കാര്യം സാറ് പ്രസംഗത്തിൽ പ്രത്യേകം പറയണം. കാശ് കൊടുക്കാതെ ഒരു കാര്യം അവർ ചെയ്തു തരില്ല. ഒരു ബിൽഡിംഗ് പെർമിറ്റിന് എന്റെ കയ്യിൽ നിന്ന് 250 രൂപയാ അവര് കഴിഞ്ഞ ആഴ്ച വാങ്ങിയത്. ഇത്തരം അഴിമതിയെ പറ്റിയുള്ള വിവരങ്ങൾ എനിക്ക് ഓരോന്നോരോന്നായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മാറ്റിമറിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. വൈകിട്ട് കാണാം. ഓ ശരി സാർ. നാട്ടുകാർ മുഴുവൻ സംഭവം അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് 6 മണിയാകുമ്പോൾ വായനശാലയുടെ മുന്നിൽ 1000കണക്കിന് ആളുകളായിരിക്കും തടിച്ചുകൂടാൻ പോകുന്നത്. അവരുടെ മുന്നിൽ വെച്ച് ഞാൻ അഴിമതിക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം നടത്തും. ഇപ്പോഴെങ്കിലും മനസ്സിലായോ? നിന്റെ ഭർത്താവായ കെ മോഹനേഷ് സാർ നീ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ വലിയാണെന്ന്. ആ, ഇപ്പൊ എനിക്കത് ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. അടുത്തയാ മിക്കവാറും വൈകുന്നേരത്തിനകം നമ്മുടെ നാട്ടിൽ നടക്കുന്ന മുഴുവൻ അഴിമതിയെ പറ്റിയുള്ള വിവരങ്ങൾ എന്റെ മുന്നിലെത്തും. ഇത് മറ്റൊരു തരത്തിലുള്ള അഴിമതിയായി. ബലരാം സാറോ? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ വൈകുന്നേരത്തേക്കുള്ള നമ്മുടെ പ്രസംഗം തയ്യാറാക്കുകയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാൽ സാരമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ. സാറിന് അറിയാമോ, ഞാനിന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. വലിയ വലിയ അത്യാവശ്യങ്ങൾക്ക് പോലും ലീവ് എടുക്കാത്ത ഞാൻ ഈ കാര്യത്തിൽ ലീവ് എടുത്തതിന്റെ പേരിൽ എന്റെ ഭാമ പോലും എന്നെ കളിയാക്കുകയായിരുന്നു. പക്ഷേ ഈ വിഷയത്തിന്റെ പ്രാധാന്യം എനിക്കല്ലേ മനസ്സിലാകൂ. നാട്ടുകാരെല്ലാം ഇന്നത്തെ പരിപാടിയെ പറ്റി അറിഞ്ഞു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് നല്ല ജനക്കൂട്ടുണ്ടാവും. അങ്ങനെയാണല്ലോ വേണ്ടത്. ഞാനിപ്പോ വന്നത് മോഹനേഷിന് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാനാ. ഇന്നത്തെ പരിപാടി വേണ്ടാന്ന് വെച്ചു. വേണ്ടെന്ന് വെച്ചോ? എന്താ സാർ? ചില ബുദ്ധിമുട്ടുകളുണ്ടായി. യോഗം മാറ്റിവെക്കല്ലാതെ വേറെ വഴിയില്ലാതെ വന്നു. എന്നാലും അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ സാർ. അതെന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കില്. അത് ഞാൻ പറയാതിരുന്നിട്ട് എന്താ കാര്യം? മോഹനകൃഷ്ണനോടാവുമ്പോ സത്യമായിട്ട് പറയാലോ. ഇങ്ങനെ ഒരു യോഗത്തിന്റെ കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞെന്ന് മോഹനകൃഷ്ണൻ അറിയാലോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ പരിചയക്കാരൊക്കെ എന്നോട് ഇതിന്റെ വിശേഷങ്ങൾ ചോദിച്ചിരുന്നു. നാട്ടിലെ അഴിമതി വ്യവസ്ഥയ്ക്കെതിരായ വമ്പൻ പോരാട്ടമാണിതെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് പഞ്ചായത്ത് സെക്രട്ടറി ഗിരിജയും
മെമ്പർ ശിവരാമനും കൂടി എന്നെ കാണാൻ വീട്ടിൽ വന്നു. എന്റെ വീടിന്റെ നമ്പർ ഇന്ന് തന്നെ തരാം, ഈ യോഗം മാറ്റിവെക്കണമെന്ന് പറയാനാ അവർ വന്നത്. സത്യം പറയാലോ മോഹനകൃഷ്ണ, വീടിന്റെ നമ്പർ കിട്ടാതെ ഞാൻ ആകെ നക്ഷത്രവണ്ണി ഇരിക്കുകയായിരുന്നു. അത് സാധിച്ചു കിട്ടുമെന്ന് കേട്ടപ്പോ എനിക്ക് വിശ്വാസം വന്നില്ല. പിന്നെ അവരൊരു വ്യവസ്ഥ വച്ചു. ഇന്നത്തെ ഈ സെമിനാർ വേണ്ടാന്ന് വെക്കണമെന്ന്. സെമിനാർ നടത്തിയാൽ നമ്പർ കിട്ടില്ല എന്ന് മാത്രമല്ല, വീടിന്റെ ചില ഭാഗങ്ങൾ പൊളിക്കാൻ നിയമ നടപടി എടുക്കുമെന്നും പറഞ്ഞു. വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നത്തിന് പോകുന്നത് എന്തിനാ? നമുക്ക് നമ്മുടെ കാര്യം നടന്നാ പോരെ. നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തിയാ പോരാ, സമൂഹത്തിന് മാറ്റം വരണമെങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങണമെന്നല്ലേ സാർ അന്ന് പറഞ്ഞത്? മോനകൃഷ്ണ, ആദ്യം സ്വന്തം കാര്യം. സ്വന്തം കാര്യം നോക്കാൻ കഴിയാത്തവൻ എങ്ങനെ നാട് നന്നാക്കും? ഏതായാലും ഇന്നത്തെ പരിപാടി വേണ്ടെന്ന് വെച്ചു. അത് പറയാനാ ഞാൻ വന്നത്. വരട്ടെ. ഇപ്പം മോഹനേട്ടന് മനസ്സിലായോ നമ്മുടെ നാട് നന്നാവാത്തതിന്റെ കാര്യം? അവരവരുടെ കാര്യം മാത്രം നോക്കുന്ന ഇവരെ പോലുള്ള യോഗ്യമാരുള്ള നാട് എങ്ങനെ നന്നാവാനാണ്? എന്റെ ഒരാഴ്ചത്തെ അധ്വാനം ഇല്ലാതായത്, അതിനാരാ സമാധാനം പറയുന്നേ? ഒരാൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല മോനേട്ടാ. മോഹനേട്ടൻ വായിച്ചതും പഠിച്ചൊന്നും വെറുതെ ആവില്ല. മോഹനേട്ടൻ ഒരു അവസരം കിട്ടും, അത് ഉറപ്പല്ലേ? രണ്ടെണ്ണം പറയേണ്ടതായിരുന്നു, പക്ഷെ വീട്ടിൽ കയറി വരുന്നവരോട് അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. നീ എന്നെ ഷർട്ട് കൊണ്ട് തേച്ചോ? ഇനി എന്തിനാ ഷർട്ട് വെക്കുന്നത്? സെമിനാർ മാറ്റി വെച്ചില്ലേ? പക്ഷെ എനിക്ക് ആഫീസിൽ പോണ്ടേ. മണി 9:28. പെട്ടെന്ന് തയ്യാറായാൽ 10 മണിക്ക് എനിക്ക് ആഫീസിലെത്താൻ പറ്റും. കെ മോഹനകൃഷ്ണൻ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഉറങ്ങിക്കിടന്നവനെ വിളിച്ചുണർത്തി അത്താഴമില്ല എന്ന് പറയുന്നത് ഇത്തരം ഏർപ്പാടുകളെ പറ്റിയാലും ഈ അനുഭവത്തിൽ നിന്ന് മോഹനകൃഷ്ണൻ ഒരു പാഠം പഠിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പഠിക്കാത്ത പാഠങ്ങളുടെ പുതിയ കഥകളുമായി കാര്യനിസാരം തുടരുന്നു.